വീടൊക്കെ ഇഷ്ടപ്പെട്ട? അയ്യോ നല്ല വീടമ്മ, നല്ല ഇഷ്ടപ്പെട്ടു. വൃത്തിയായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ. പഴയ വീടാണെങ്കിലും ഞാൻ വളരെ ശ്രദ്ധിച്ചാണ്. ഞാൻ നോക്കാം. ഈ വീട് വാടക കൊടുക്കുന്നതിന്റെ ആരാ പറഞ്ഞു? അത് കനകം പറഞ്ഞായിരുന്നു. കനകം പറഞ്ഞായിരുന്നു എന്നോട്. കനകൻ അങ്ങനെ പലതും പറയും. അവന് ഈയിടെയായിട്ട് തലയ്ക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. ഇനി ഇവിടെ നിൽക്കണ്ട, ഇയാൾ ഇറങ്ങിക്കോ. അത് നീയല്ല തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ തീരുമാനിച്ചാൽ മതി. നീ ചട്ടമ്പിത്തരത്തിന് വന്നിരിക്കുകയാണ് ഇവിടെ. അമ്മ, ഞാൻ മര്യാദയുടെ ഭാഷയിൽ ഞാൻ കുറെ നേരമായിട്ട് പറയാണ് ഈ വീട്. ഞാൻ എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ വാടക കൊടുത്ത് താമസിക്കാൻ വേണ്ടി പോവാ. ഇഷ്ടപ്പെട്ടോ? എന്നാ പിന്നെ ഞാനിതങ്ങ് എഴുതി തന്നാലോ? ഇതാരാമ്മ? ഇയാള് ഗുണ്ടായിസം കാണിക്കില്ലോ വീട്ടിൽ സംസാരിക്കല്ലേ? ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു ലൈൻമാന് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ലൈൻമാന് കൊടുത്താൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇറങ്ങടാ, ഇയാൾ ഇറങ്ങടാ ഇവിടെ. ഇയാള് പറയുമ്പോ ഇറങ്ങാനുള്ള അല്ലാട്ടോ ഞാൻ. ഈ വീട് വാടകയ്ക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല. വീട് തരുന്നില്ല. ഞാൻ ചോദിക്കാം. അപ്പൊ ക്ലീറ്റസ് ആരാന്ന് നിനക്ക് അറിഞ്ഞൂടെ അല്ലേ? പിന്നെ ക്ലീറ്റസ് എന്റെ ബന്ധുവെന്നല്ലോ, എനിക്ക് അറിയത്തില്ല ആരാ. ക്ലീറ്റസിന്റെ പാർട്ടി ഓഫീസിലെ ഫ്യൂസ് ഊരാൻ നിനക്ക് അറിയാമോ? എന്നാ ആ പാർട്ടി ഓഫീസിന്റെ ആ ക്ലീറ്റസ് ആണ് ഈ നിൽക്കണേ. എന്റെ പൊന്ന് ക്ലീറ്റസ്, ഇനിയിപ്പോ നിങ്ങളല്ല, രാജ്ഭവനല്ല, ഏത് പാർട്ടി ഓഫീസാലും പൈസ അടച്ചില്ലേ ഞങ്ങൾ ഊരും. അത് ഊരിക്കോ. പക്ഷേ ഈ വീട്ടിൽ ആര് താമസിക്കണം തീരുമാനിക്കുന്നത് നിങ്ങളല്ല. ഇതാ ഈ അമ്മ അമ്മയും അമ്മൂമ്മയൊക്കെ ഒരു സൈഡ് നിൽക്കും. ഇപ്പൊ ഞാനാണ് പറയണത്, ഈ വീട്ടിൽ ഇയാൾക്ക് താമസിക്കാൻ. ഇയാൾ വേറെ വീട് നോക്കണേ. ഇയാൾ വേറെ വീട് നോക്കണേ. ഞാനിപ്പോ താമസിക്കാൻ പോവല്ലേ? അല്ലേ അമ്മേ? എടേ, ഇയാൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂല. എന്റെ പൊന്ന് ക്ലീറ്റസ്, ഇത് കനകന്റെ വീടല്ലേ? നിങ്ങളുടെ അവിടെ എന്ത് നടന്നാലും ഞങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലേ? അമ്മ, ഇത് ഞാൻ എന്റെ വീടുന്നോ നിന്റെ വീടുന്നോ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ വീടായിട്ടാണ് ഞാൻ കണ്ടേക്കണേ. ഇത് നിങ്ങളുടെ വീടല്ലേ? എന്റെ വീടാണ് അല്ലേ എന്നുള്ള ഇയാൾ അറിയണ്ട. ഇയാൾ വേറെ വീട് നോക്കണേ. കനകന്റെ വാക്കിന് ഒരു വിലയില്ലേ? അപ്പൊ കനകന്റെ വാക്കിന് വിലയൊക്കെ ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ നീ ഇടപെടണ്ട. ഇയാൾ ഇറങ്ങിയ ഇപ്പൊ ഇയാൾക്ക് വീട് വരാൻ പറ്റില്ല. അത്രയല്ലേ പറ്റില്ല. ഇവിടെ യാതൊരു അധികാരവും ഇല്ലാത്ത വണ്ടി എടുത്തു. ഞാനേ എനിക്കറിയാം എന്ത് വേണം. ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയൊന്നും അല്ലല്ലോ. അമ്മ ഞാൻ പോവാ. സൂക്ഷിച്ചോ, ഇതൊക്കെ നരഭോജികളാ. ഒരു ഭീകര ലൈൻമാൻ വന്നെങ്കിലും ഒരു ലൈൻമാൻ ഇവിടുന്ന് ഓടിച്ച് മനുഷ്യ ഇച്ചിരി സമാധാനമായിട്ട് ഇരുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് അടുത്ത ലൈൻമാനാ പറഞ്ഞ് പറഞ്ഞു വിട്ടേക്കണം. കനകന്റെ വാക്കിന് വിലയില്ലാതായി. അതെ, അവരുടെ വാക്കിന് ഉള്ള വിലയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ലൈൻമാൻ എന്ന് പറഞ്ഞാലേ അറപ്പാ. ആലപ്പുഴയിലോട്ട് പോവാ. അവനൊരു വിവരം എന്ന് പറയട്ടോ. അമ്മ ചെന്ന് പുന്നാര മോനോട് പറഞ്ഞരാ, ഇനി ഒരു മനുഷ്യനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ നാം വ്യാമോഹിക്കണം. അധികം ഉണ്ടായിസൊന്നും ഇവിടെ കാണിക്കരുത്. എന്തായാലും അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയതുപോലെ ആയിപ്പോയി. നിന്നെയാണ് അട്ട നമ്മ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ എപ്പോഴാണ് ഇവിടുത്തെ മെത്തേ കയറി കിടന്ന്? അത് നീ കിടന്നല്ല, നീ ചിലപ്പോ ഇനി മെത്തേ കയറി കിടക്കും എന്നുള്ളതാണ് നമ്മ ഉദ്ദേശിച്ചത്. അത് വിട്. അതൊക്കെ പിന്നെ പറഞ്ഞു.